ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം. മത്തായി 7:21. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷവും കർത്താവിൻ്റെ നാമത്തിൽ കള്ള പ്രവചനങ്ങൾ നടത്തുന്ന ആളുകളും ഒരേ കാറ്റഗറിയിലുള്ളവരാണെന്ന് ഇതിനോട് ചേർന്ന വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നു. കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല. ആരാണ് ക്രിസ്തുവിൻ്റെ നീതിയുടെ വെളിച്ചത്തിൽ തിരുമുൻപാകെ നിൽക്കാൻ യോഗ്യതയുള്ളവർ? പലരും കർത്താവിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും തെറ്റായി ചിന്തിക്കുകയും ചെയ്യുന്നു. അവനവൻ്റെ നേട്ടവും ലാഭവും പദവികളും അധികാരവും നിലനിൽപ്പും അതിനോട് യാതൊരു തരത്തിലും മറ്റ് വിട്ടുവീഴ്ചയില്ലാത്ത ആളുകൾ ധാരാളം ഇന്നുണ്ട്. എന്നാൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് നേടാനുള്ള മാർഗമല്ല, പിന്നെയോ നൽകാനുള്ള മാർഗമാണ്. വളരെ പച്ചയായി കർത്താവ് പറയുന്നു, ക്രിസ്തുവിൻ്റെ വൃന്ദത്തിൽ നിൽക്കുന്നു എന്ന് കരുതുന്ന ധരിപ്പിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. ക്രിസ്തുവിൻ്റെ പക്ഷക്കാരെന്ന് ലോകത്തോട് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ ക്രിസ്തുവിൻ്റെ വീക്ഷണത്തിൽ ആരൊക്കെയാണ് തൻ്റെ പക്ഷക്കാര് അല്ലെങ്കിൽ ദൈവിക പക്ഷക്കാര് എന്നത് അന്നാളിൽ തിരിച്ചറിയും എന്നതാണ്. പിതാവ് തനിക്ക് കൊടുത്തതിലൊന്നും താൻ കളയാതെ ഒടുക്കത്തെ നാളിൽ ഉയിർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. അത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലും 17-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നു. നമ്മെക്കുറിച്ചുള്ള ദൈവേഷ്ടം നമ്മൾ പുത്രനിൽ വിശ്വസിക്കണം എന്നതാണ്. കള്ളപ്രവാചകന്മാരെ കുറിച്ച് ദൈവത്തിൻ്റെ അരുളപ്പാട് പഴയ നിയമ ഭാഗത്ത് ധാരാളമുണ്ട്. യിരെമ്യാ പ്രവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്നു, ഞാൻ അവരെ അയച്ചിട്ടില്ല, അവരോട് സംസാരിച്ചിട്ടുമില്ല. അവർ വ്യാജ ദർശനവും പ്രശ്നവാക്യവും ഇല്ലാത്ത കാര്യവും സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയും നിങ്ങളോട് പ്രവചിക്കുന്നു. യിരെമ്യാവിൻ്റെ പ്രവചനം 14-ാം അധ്യായത്തിലാണ് നമ്മളിത് വായിക്കുന്നത്. കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിങ്കൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവീൻ. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വിശുദ്ധ യോഹന്നാൻ സൂചിപ്പിക്കുന്നതാണ്. ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ അവർ ലോകത്തിൽ നിന്ന് ഉള്ളവരല്ലെന്ന് സ്പഷ്ടമാണ്. ഇവർ എവിടെ നിന്ന് എന്ന് വ്യക്തമായി പറയാനാവില്ലെങ്കിലും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയിൽ നിന്നും വേഷം കെട്ടി വരുന്നവരായിരിക്കാൻ ഇടയുണ്ട്. വിശുദ്ധ യോഹന്നാൻ AD 1-ാം നൂറ്റാണ്ടിൽ ഇത് എഴുതുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു എങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് എത്ര അധികമായിട്ടുണ്ടാവും എന്നത് ചിന്തിക്കണം. അവര് സ്വപ്നങ്ങളെയും വ്യാജദർശനങ്ങളെയും സഭയ്ക്കകത്തുപോലും കുത്തിച്ചെലുത്താൻ ശ്രമിക്കുന്ന ആളുകളാണ്. പുനരാഗമനത്തിന്റെ സമയം അവർ പ്രവചിക്കുകയും വളച്ചൊടിക്കുകയും ചെയ്യും. അത് തെറ്റുമ്പോൾ പുനരാഗമനം സംഭവിച്ചു എന്ന് പറയും. ചോദ്യം ചെയ്താൽ പ്രത്യക്ഷത ആത്മീയമാണ്, അല്ലാതെ ശാരീരികമല്ല എന്നൊക്കെ പറഞ്ഞവർ രക്ഷപ്പെടും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഇന്ന് സംഭവിക്കുന്നുണ്ട്.
അത് സംഭവിച്ചുകൊണ്ടിരിക്കും. സാത്താൻ്റെ സഭയും സാത്താൻ്റെ പള്ളിയുമൊക്കെ ഇന്ന് ലോകത്തിലുണ്ട്. എന്നാൽ അവർ ആ ഒരു വിഭാഗത്തിൽ ചേർന്ന് നിൽക്കുന്നവരാണ്. എന്നാൽ ക്രിസ്തീയ മാർഗത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ഏറെക്കുറെ അതിനോട് സമാനമായ സ്വഭാവമുള്ളവരാണ്. അത്യാഗ്രഹമുള്ളവർ, ആർജിച്ചു വെക്കാൻ വെമ്പൽ കൊള്ളുന്ന ആളുകൾ, ഈ മാർഗം ഉപയോഗിച്ച് ധനസമ്പാദനത്തിനായി ഓടി നടക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവരൊക്കെ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ അല്ലെങ്കിൽ അന്തിമ ന്യായവിധി നാളിൽ ലജ്ജിക്കാൻ ഇടയാകുമെന്ന് വളരെ പച്ചയായി കർത്താവ് പറയുമ്പോൾ നമ്മൾ ദൈവേഷ്ടമെന്തെന്ന് തിരിച്ചറിഞ്ഞ് അത് ചെയ്യാൻ നമ്മെ തന്നെ സമർപ്പിക്കണം. കേവലം കർത്താവേ കർത്താവേ എന്ന് മാത്രം വിളിച്ചാൽ നമ്മൾ ദൈവത്തെ പരിഹസിക്കുന്നവരാകും. വിസ്താര സമയത്ത് യേശുവിനെ രക്താംബരം ധരിപ്പിച്ച് യഹൂദന്മാരുടെ രാജാവെ ജയ 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 എന്ന് പറഞ്ഞ് പരിഹസിച്ചതിന് തുല്യമായി പോകും ഇങ്ങനെയുള്ള വിളി. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് ദൈവമക്കൾ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവവചനത്തിലൂടെ തിരിച്ചറിയാനും അങ്ങനെ ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഇടയാകട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, പുതിയ ഒരു പ്രഭാതം കൂടെ ദാനമായി നൽകിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അടിയങ്ങളുടെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കൃപയിൽ ആശ്രയിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വഴികളിൽ നിലനിൽപ്പാൻ, അവിടുത്തെ ഇഷ്ടം നിവർത്തിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. യേശു മിശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.